നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടത്തിലാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനമുണ്ട്. കർമാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും തൊഴിൽ മേഖലയിൽ സംഘർഷങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ശത്രുക്കളാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനത്തുള്ളവർ അകന്നു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ തടസ്സങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യണം. പ്രത്യേകിച്ചും ഈ ഏപ്രിൽ മാസത്തിലെന്നുണ്ടെങ്കിൽ ഗ്രഹണമൊക്കെ ഉള്ളൊരു മാസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ അധികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ഗണപതി ഹോമം നടത്തുക, നാഗപൂജ ചെയ്യുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് തടസ്സങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് ഇടവക്കൂറാണ്. 12ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ വീട് വിട്ടു നിന്നിട്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 5ാം ഭാവത്തിൽ ഘടകകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും 5ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വരികയും ചെയ്തത് കാരണം അകാരണമായിട്ട് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രേമബന്ധങ്ങളിലൊക്കെ ചില വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമാണ്. 10ാം ഭാവത്തിലാണ് ലഗ്നാധിപതി കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ സർവാഭിഷ്ട സ്ഥാനത്ത് ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചൊവ്വയും ശനിയും കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്ത് നിൽക്കുകയും കണ്ട ശനിൻ്റേതായിരിക്കുന്ന ദോഷം ഉണ്ടാകുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളുതിരി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ശനിദോഷത്തിൻ്റെ പരിഹാരം വന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന സമയം തന്നെയാണ്. പോലീസ്, പട്ടാളം, അതുപോലെ തന്നെ ഈ വക്കീൽ, ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധിപ്പെട്ടിട്ട് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളോ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. എന്നാൽ ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 12 നിൽക്കുന്ന വ്യാഴമാണ്. അപ്പോൾ 12ാം വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ തൊഴിലിൽ നല്ല ഉയർച്ച, സ്ഥാനക്കയറ്റം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനീ പറഞ്ഞ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുകയും നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം മാനസിക ടെൻഷൻ ഉണ്ടാകുകയും തൊഴിലെടുക്കുന്ന സ്ഥലത്ത് കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേരിലൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരികയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. 12ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 4ാം ഭാവാധിപതി 12 നിൽക്കുന്ന കാരണം വീട് വിട്ട് നിൽക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരവസ്ഥയും വീട് വിട്ട് നിന്നാലേ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകൂ എന്ന് പറയുന്നൊരവസ്ഥയാണ്. ധനാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാലും നീചത്തിൽ നിൽക്കുകയും രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് വരുമാനത്തിൽ കുറവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനത്തിനൊക്കെ യോഗമുള്ള സമയമാണ്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. എന്തായാലും 4ാം ഭാവാധിപതി ഉച്ചബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ദുരിതഭവനാധിപത്യം വഹിച്ച 7ാം ഭാവാധിപതി ശനിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അനുകൂലമാണെങ്കിൽ പോലും 7ാം ഭാവാധിപതി ശനിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ഭാര്യയ്ക്ക് അലസത, നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ, ദേഷ്യയെടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പരിഹാരം, പ്രാർത്ഥന എന്നിവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.